ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നിങ്ങൾ മഴക്കാല ഡ്രൈവിങ്ങിൽ AC ഉപയോഗിക്കുമ്പോൾ വളരെ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. കാരണം മഴക്കാലത്ത് നമുക്ക് വാഹനം ഉപയോഗിക്കുമ്പോൾ AC മസ്റ്റാണ്. കാരണം വാഹനത്തിൻ്റെ ഉള്ളിൽ മിസ്റ്റ് കയറുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പം നമുക്ക് AC ഉപയോഗിച്ചുകൊണ്ട് ഈ മിസ്റ്റിനെ ക്ലിയർ ചെയ്ത് നമുക്ക് റോഡൊക്കെ നല്ല രീതിയിലുള്ള ഒരു വ്യൂ ലഭിച്ച് നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. എന്നാൽ പല ആൾക്കാരും ഇവിടെ AC ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. മഴക്കാല ഡ്രൈവിങ്ങിൽ നിങ്ങൾ AC ഉപയോഗിക്കുമ്പോൾ ഈ ഒരു കാര്യം വളരെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കണം. വാഹനം ഓടിക്കുന്ന ഒട്ടുമിക്ക ഡ്രൈവേഴ്സിനും എങ്ങനെ AC ഉപയോഗിക്കാമെന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു ധാരണയുണ്ട്. എന്നാൽ പല ആൾക്കാർക്കും അറിവില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഈ അറിവില്ലായ്മ കൊണ്ട് തന്നെ നമുക്ക് മഴക്കാലത്ത് AC ഉപയോഗിക്കുന്നത് കൊണ്ട് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ നിരന്തരമായിട്ട് മഴക്കാല ഡ്രൈവൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾക്കോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കോ അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലിയിലുള്ള മറ്റു മെമ്പേഴ്സിനൊക്കെ കൃത്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ മഴക്കാല ഡ്രൈവിങ്ങിൽ AC ഉപയോഗിക്കുമ്പോൾ വളരെ നിർബന്ധമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൽ ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് മഴയുള്ള സമയത്ത് ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ 4 സൈഡിലെയും പവർ വിൻഡോകളെല്ലാം കൃത്യമായിട്ട് അടഞ്ഞായിരിക്കും കിടക്കുന്നത്. എന്നാൽ നമ്മൾ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വാഹനത്തിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സ്റ്റിങ്ക് അല്ലെങ്കിൽ ഒരു നാറ്റം, എയർ ഇങ്ങനെ തള്ളി നിൽക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് തന്നെ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പം നമ്മൾ ഇത്തരത്തിൽ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു, നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരും കയറുന്നു, എന്നിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, വാഹനം ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യുന്നു. AC നോബൊക്കെ കറക്റ്റായിട്ട് ഈ ഒരു മോഡിലേക്ക്, ഫ്രണ്ട് വിൻഷീൽഡിലേക്ക് AC കിട്ടുന്ന പരുവത്തിന് മോഡൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്ത് ഇതുപോലെ ബ്ലോവർ ഫാനിൻ്റെ സ്പീഡൊക്കെ കൂട്ടി AC ഒക്കെ കറക്റ്റ് ആക്കി ഇട്ടിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യും. ഇതേ ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമ്മൾ ഇതുപോലെ ഡ്രൈവ് ചെയ്യും. ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നത് ഒരുപാട് പേര് ചെയ്യുന്ന ഒരു രീതിയാണ്. എന്നാൽ ഇത് ശരിക്കും പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഒരു മെത്തേഡല്ല. നമുക്ക് AC കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രണ്ടിലെ വിൻഷീൽഡ് മിസ്റ്റ് മാറാനാണ്. നമുക്ക് ആ മിസ്റ്റ് മാറുന്നതിനോടൊപ്പം നമ്മളും സേഫ് ആയിരിക്കണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം ഇങ്ങനെ നിങ്ങൾ AC ഉപയോഗിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നതിന് മുന്നേ തന്നെ വാഹനത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന മോശമായിട്ടുള്ള എയറിനെ വെളിയിലേക്ക് കളയാനായിട്ടുള്ള ഒരു ശ്രമം നടത്തണം. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ എൻ്റെ വണ്ടി ഞാനിത് ഇവിടെ സൈഡിലേക്ക് ഒതുക്കി നിർത്താണ്. ഓക്കെ, നമ്മൾ വാഹനം ഒരു മഴക്കാലത്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വണ്ടിയിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യണം, അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തിട്ട് AC ഇടുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പവർ വിൻഡോ ഒരു ഇത്തിരി താഴോട്ട് താഴ്ത്തുക. അതായത് വാഹനത്തിൻ്റെ സൈഡിലൊക്കെ ഇത് ഇത്തരത്തിലുള്ള റെയിൻ കാർഡ് ഉണ്ടായിരിക്കും, നിങ്ങൾ നോക്കിയേ. അപ്പം നമുക്കൊരു ഇത്തിരി സൈഡ് ഗ്ലാസ് ഒന്ന് താഴ്ത്തി എന്ന് പറഞ്ഞ് ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. അപ്പം നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിലുള്ള ഇത് ചെറിയ തങ്ങി നിൽക്കുന്ന എയറുകളെയൊക്കെ നമുക്ക് വെളിയിലേക്ക് സിമ്പിളായിട്ട് നമുക്ക് കളയാനായിട്ട് കഴിയും. അത് ബാക്ക് സൈഡിലെയും ഗ്ലാസുകൾ ചെറുതായിട്ടൊന്ന് താഴ്ത്തിയിരിക്കുക. വണ്ടി ഓടിക്കുന്ന സമയത്തല്ല പറയുന്നത്, വണ്ടി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഉള്ളിലുള്ള ആ എയർ തങ്ങി നിൽക്കുന്നതൊക്കെ അത്യാവശ്യം വെളിയിലേക്കൊന്ന് ഇറങ്ങിയതിന് ശേഷം ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, AC ഒരു മോഡിലേക്ക് ആക്കുക, ബ്ലോവർ ഫാൻ ഒരു 2 സ്പീഡിലേക്ക് ആക്കിയിടുക. 2 സ്പീഡിലേക്ക് ആക്കിയിട്ട് നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വാഹനത്തിന് വെളിയിലുണ്ടാകുന്ന കാലാവസ്ഥയും ഉള്ളിലുള്ളൊരവസ്ഥയും ടെമ്പറേച്ചർ തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, മനസ്സിലായോ? വെളിയിൽ നല്ല രീതിയിലുള്ള ഒരു തണുപ്പായിരിക്കും, വാഹനത്തിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടെ ഒരു ചൂടിൻ്റെ ഒരു അവസ്ഥയായിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, വെളിയിൽ നിന്ന് വരുന്ന എയറിനെ റീസർക്കുലേറ്റ് ചെയ്ത് AC ആക്കുന്ന മോഡിലേക്ക് ആക്കണം. അതായത് നമുക്ക് 2 മോഡുകൾ ഉണ്ട് AC നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത്. ഒന്ന് വാഹനത്തിൻ്റെ ഉള്ളിലുള്ള എയറിനെ സർക്കുലേറ്റ് ചെയ്ത് AC ആക്കുന്നത്, ആ ഒരു മോഡാണ് ഇത് ഈ കിടക്കുന്നത്. അതായത് നിങ്ങൾ നോക്കിയേ, ഈ ഒരു കിടക്കുന്നത് ഈ മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഉള്ളിലുള്ള എയറിനെയാണ് റീസർക്കുലേറ്റ് ചെയ്ത് AC ആക്കുന്നത്. അപ്പം നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരുണ്ടാകും, അപ്പോൾ അവരുടെ എല്ലാ ശ്വാസോച്ഛ്വാസം ഇതിനകത്ത് തങ്ങി നിൽക്കുകയാണ്. അതിനെ റീസർക്കുലേറ്റ് ചെയ്ത് AC ആക്കുന്ന മോഡിലേക്ക് ആക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ ഫ്രഷ് എയർ മോഡിലേക്ക് ആക്കുക. അതായത് വെളിയിൽ നിന്ന് വരുന്ന എയർ കയറുന്ന മോഡിലേക്ക് ആക്കുക. ആ മോഡിലേക്ക് ആക്കാനായിട്ട് ഈ നോബ് ജസ്റ്റ് ഇങ്ങോട്ട് മാറ്റുക. പുതിയ വാഹനങ്ങളിലാണ് ടച്ചാണ് വരുന്നത്, അത് നിങ്ങൾ നോക്കി കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക. ഇതിപ്പോൾ മാനുവലി സാധാരണ ഒരു വണ്ടിയാണ്. ഈ ഒരു മോഡിലേക്ക് ആക്കുക. ഈ മോഡിലേക്ക് ആക്കുമ്പോൾ വെളിയിൽ നിന്ന് വരുന്ന എയറാണ് നമ്മളുടെ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കയറി AC ആയിട്ട് വർക്ക് ചെയ്യുന്നത്.
എന്നിട്ട് ഇവിടെ നിങ്ങൾ എ സി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റും കൂടെ പറയാം. അതായത് നമ്മുടെ കൂടെയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രായമുള്ളവരുണ്ടായിരിക്കാം. അപ്പോൾ അവർക്കൊക്കെ ചിലപ്പോൾ എ സിയുടെ തണുപ്പ് അത്രത്തോളം ശരീരത്തിന് വേണ്ടാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ എ സി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും തണുപ്പായിട്ടുള്ള മോഡിലേക്ക് ആക്കാതിരിക്കുക. നമുക്ക് അത്യാവശ്യം ഒരു ചെറിയൊരു തണുപ്പോ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ മതിയെങ്കിൽ എന്ത് ചെയ്യണം, ഈ മോഡ് ജസ്റ്റ് ഒന്ന് കുറച്ചിടുക. അതായത് നമുക്കിത് ഇതുപോലെ ഒരു പകുതി ഇടണമെന്നില്ല, ഒരു കുറച്ചും കൂടെ നമുക്ക് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു കോൾഡ് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്കിത് ഇതുപോലെ ഇടാം. ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വാഹനത്തിൻ്റെ എ സി ഒരു 2 പോയിന്റിലേക്ക് നമ്മൾ ആക്കുന്നു. എന്നിട്ട് പവർ വിൻഡോകളൊക്കെ കയറ്റി കറക്റ്റായിട്ട് ഇടുന്നു. ശേഷം എന്ത് ചെയ്യുന്നു, അത്യാവശ്യം നമ്മളുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് വിൻഷീൽഡ് ഒക്കെ ക്ലീനായി മിസ്റ്റ് ഒന്നും ഇല്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഈ ഫാനിൻ്റെ സ്പീഡ് നമുക്കിത് ഒരു പോയിന്റിലേക്ക് ആക്കാം. ഒരു പോയിന്റിലേക്ക് ആക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ആ എയറും കാര്യങ്ങളും വാഹനത്തിൻ്റെ ഉള്ളിൽ നിൽക്കുകയും ചെയ്യും. നമുക്ക് വെളിയിൽ നിന്ന് കിട്ടുന്ന എയർ ഫ്രഷ് എയർ ആയിരിക്കും, മനസ്സിലായോ? ആ ഫ്രഷ് എയർ കൊണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ നമുക്ക് ഗുരുതരമായിട്ടുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ വാഹനം ഓടിക്കുന്നതിനിടയിൽ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് എ സി ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പോയിന്റും കൂടെ ഞാൻ പറയാം. അതായത് നമ്മൾ എത്രയൊക്കെ ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും നമ്മൾ ഇത്തരത്തിൽ വാഹനമൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഇത്തിരി മഴയുടെ അംശം അളവൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മൾ ജസ്റ്റ് പവർ വിൻഡോകൾ അത് ഫ്രണ്ടിലെ ഒന്ന് താഴോട്ട് താഴ്ത്തിയിടുക, അല്ലെങ്കിൽ ഫ്രണ്ടിലെ ലെഫ്റ്റും റൈറ്റും ഒക്കെ ഒന്ന് ഇത്തിരി താഴോട്ട് താഴ്ത്തിയിടുക, മഴയുടെ അളവൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം. എന്തിനാണ്, നമ്മളുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഫ്രഷ് എയർ മോഡിലേക്ക് ആക്കിയെങ്കിൽ പോലും എപ്പോഴും ഒരു വായു തങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനെ ഒന്ന് മാറ്റാനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇടയ്ക്ക് മഴയൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് താഴോട്ടൊന്ന് താഴ്ത്തിയിടുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു, കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും എന്ത് ചെയ്യണം, ഈ പവർ വിൻഡോ കറക്റ്റായിട്ട് നമ്മൾ മുകളിലേക്ക് കയറ്റിയിടാനായിട്ട് ശ്രമിക്കുക. ഇനി അതുപോലെ തന്നെ നിങ്ങൾ എ സി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമുക്ക് മഴക്കാലത്ത് വാഹനത്തിൻ്റെ ഉള്ളിൽ എ സി ഇട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ ഒരു കാര്യം കൂടെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. നമുക്ക് എ സി ഇട്ട് ഇരിക്കുന്നതിൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേരം ചില ആൾക്കാർക്ക് ഈ അലർജിക് പ്രോബ്ലം ഒക്കെ ഉള്ളവരുണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും എ സി ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തൊണ്ടയ്ക്ക് വേദന, മൂക്കിന് പ്രശ്നങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവിടെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം, വാഹനം പാർക്ക് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പരമാവധി ഈ പവർ വിൻഡോകൾ ചെറുതായിട്ടൊന്ന് താഴോട്ട് താഴ്ത്തിയിട്ട് ഇടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. പിന്നെ നമ്മൾ എ സി ഇടുന്ന സമയത്ത് ചെയ്യേണ്ടത്, ഒരുപാട് തണുപ്പ് മോഡിലേക്ക് ആക്കാതെ ജസ്റ്റ് ഒരു പോയിന്റ്, ബ്ലോവർ ഫാനിൻ്റെ സ്പീഡ് ഒരു പോയിന്റിലേക്കൊക്കെ ജസ്റ്റ് ആക്കി ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ ഒരുപാട് കൂട്ടിയിടുകയോ അല്ലെങ്കിൽ നിങ്ങൾ ആ സമയത്ത് ഈ മോഡുകളൊക്കെ കറക്റ്റായിട്ട് ഉപയോഗിക്കാതെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പരമാവധി ഇത് ഇടാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. മഴയുള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ മഴക്കാലത്ത് വാഹനത്തിൽ ഒരു പരിധിവരെ എ സി ഇട്ട് ഇരിക്കാതിരിക്കുക, വെളിയിലേക്ക് തന്നെ ഇറങ്ങിയിരിക്കുന്നതാണ്. വെളിയിൽ നമുക്ക് ഇറങ്ങിയിരിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല ഒരു കാര്യം. ഇനി നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ മാർഗ്ഗമില്ലെങ്കിൽ വാഹനത്തിൽ ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ അവിടെ ഇരിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അത്യാവശ്യം ചെറിയൊരു ഐഡിയ എ സി ഉപയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയെന്ന് കരുതുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു മോഡ് ഫ്രഷ് എയർ മോഡിലേക്ക് ചേഞ്ച് ചെയ്യുന്ന കാര്യം വളരെ നിർബന്ധമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൽ കൂടുതൽ ഒരു അറിവ് നിങ്ങൾക്ക് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം. തീർച്ചയായിട്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ എനിക്ക് പുതിയൊരു അറിവ് തീർച്ചയായിട്ടും അതിൽ നിന്ന് ലഭിക്കും. അത് ഞാൻ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാം. തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.